വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി.കെ. ബാലകൃഷ്ണൻ നായർ. മനുഷ്യ മനസ്സിലെ നിത്യനിർവഹണത്തിൽ അനേകാനേകം ഭാവവികാരങ്ങൾ അഥവാ മനോവികാരങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യവികാരങ്ങളെ അനുഭൂതി വിശേഷങ്ങളായി നാം വർണ്ണിക്കുന്നു. അതായത് സുഖം, ദുഃഖം, പ്രേമം, ചിരി, ശ്രദ്ധ, ഉത്സാഹം, ആശ്ചര്യം, ക്രോധം, ഭയം, കരുണ, ഭക്തി, വെറുപ്പ് എന്നിവ മനോവികാരങ്ങളാണ്. ചിലവ നമ്മിൽ സൂചി കുത്തുന്ന മാതിരി പെട്ടെന്ന് അനുഭവപ്പെട്ടേക്കാം. ചിലത് വളരെ സമയം കഴിഞ്ഞും ഇത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഭാവവ്യത്യാസങ്ങൾ. അതായത് പ്രസിദ്ധ ഹിന്ദി സാഹിത്യ നിരൂപകനും ചരിത്ര പണ്ഡിതനും മനഃശാസ്ത്രജ്ഞനുമായ ആചാര്യ രാമചന്ദ്ര ശുക്ല ഇവയെല്ലാം വിദഗ്ധമായി അപഗ്രഥിച്ചിട്ടുണ്ട്. ശ്രദ്ധ അഥവാ ആദരഭാവം, ഭക്തി അഥവാ പ്രേമഭാവം. ശ്രദ്ധ മനുഷ്യൻ്റെ മഹത്വത്തെ ആനന്ദത്തോടെ സ്വീകരിക്കുന്നു. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ആ മനുഷ്യനെപ്പറ്റി ബഹുമാനമുണ്ടാകുന്നു. അയാളിലെ ധീരത, സജ്ജനത, സ്വഭാവഗുണം, പാണ്ഡിത്യം എന്നിവ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നു, ആദരവുണ്ടാക്കുന്നു. അഥവാ അത് ഒരുതരം ഭക്തിഭാവം ഉണ്ടാക്കുന്നു. അയാളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ശിരസ് കുനിയുന്നു. അയാളെ ആരെങ്കിലും നിന്ദിക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. ലോകത്തിൽ അതീവ ശ്രദ്ധ പതിപ്പിച്ച മഹാപുരുഷനാണ് മഹാത്മാഗാന്ധി. അതുപോലെ എത്രയോ മഹാപുരുഷന്മാർ മൺമറഞ്ഞു പോയി. അവരുടെ എല്ലാം പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക അനുരണനഭാവമുണ്ടാക്കുന്നു. അതാണ് ഭക്തി അഥവാ ശ്രദ്ധ. എന്നാൽ പ്രേമഭാവം ഒരു പ്രത്യേക വ്യക്തിയോട് മാത്രമുണ്ടാകുന്ന ഭാവവ്യത്യാസമാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപഭാവം, സുന്ദരമായ കണ്ണുകൾ, മൂക്ക്, മുഖഭാവം എല്ലാം ഏകദർശനത്തിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന സാമീപ്യഭാവം പ്രേമഭാവമാണ്. പ്രേമത്തിൽ വ്യക്തിക്ക് മാത്രമേ സ്ഥാനമുണ്ടാവുകയുള്ളൂ. പ്രേമത്തിൻ്റെ രംഗം ഏകാന്തമാണ്. ഏകാന്തതയിലും ജനസമൂഹത്തിലും ഒരുപോലെയാണ്. ശുദ്ധഭാവം ഒരു വ്യക്തിയുടെ വിപുലമായ സദ്ഗുണസമ്പന്നമായ പ്രവൃത്തികളെ വിലയിരുത്തുന്നു. അയാളുടെ കർമ്മത്തിലും നാം ആകൃഷ്ടരാകുന്നു. ശ്രദ്ധ സാമൂഹ്യപ്രധാനവും പ്രേമം വ്യക്തിപ്രധാനവുമാണ്. ശ്രദ്ധയിൽ സ്വാർത്ഥതയില്ല, എന്നാൽ പ്രേമത്തിൽ സ്വാർത്ഥതയേ ഉള്ളൂ. മറ്റുള്ളവരുടെ മഹത്വം സ്വീകരിക്കലാണ് ശ്രദ്ധയുടെ അടിസ്ഥാന തത്വം. ശ്രദ്ധ സ്വാർത്ഥികളിലും അഹങ്കാരികളിലും നിലനിൽക്കുന്നില്ല. കാരണം അവിടെ സങ്കുചിത ഭാവം ഇല്ല. അതുതന്നെ ശ്രദ്ധ കാര്യമായി 3 തരത്തിലാണ്. ഒന്ന് പ്രതിഭാസമ്പന്നമായ ശ്രദ്ധ, ശീലസംബന്ധമായ ശ്രദ്ധ, സാധനസംബന്ധമായ ശ്രദ്ധ. സ്വന്തം കഴിവ്, പാണ്ഡിത്യം, നൈപുണ്യം, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി സ്വയം കഴിവ് ഉപയോഗിച്ച് പ്രയോജനപ്രദമായ കാര്യങ്ങൾ നിറവേറ്റുക എന്നിവ പ്രതിഭാസമ്പന്നമായ ശ്രദ്ധയിൽ പെടുന്നു. സദാചാരം, സാമൂഹ്യ നന്മയ്ക്കായി സദ്ഗുണ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നിവ സദാചാര സംബന്ധമായ ശ്രദ്ധയാണ്. ഇത് മനുഷ്യൻ്റെ ശീലസ്വഭാവത്തിൽ ഉൾപ്പെടുന്നു. ഭക്തിയുടെ സ്ഥാനം മാനവഹൃദയമാണ്. അതുതന്നെയാണ് ശ്രദ്ധാഭാവവും. ശ്രദ്ധാഭാവം കൊണ്ട് ഹൃദയം നിറയുന്നു. ഉദാത്തമായ സൗന്ദര്യഭാവം കൊണ്ട് മനം കുളിർക്കുന്നു. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ധർമ്മമാർഗം. ഭഗവാൻ ബുദ്ധനും ഭക്തമീരയും സൂരദാസും എല്ലാം മതിമറന്ന് പാടിയവരാണ്. ഉദാത്തമായ ഭക്തിഭാവമായിരുന്നു അവരുടേത്. ഹൃദയത്തിൻ്റെ ഗദ്ഗതഭാവം നൈർമല്യമാണ്. ഭക്തിപൂർണമായ അന്ധക്കരണ പ്രവൃത്തിയാണ് അത്. അത്തരം ഹൃദയങ്ങൾക്ക് മാനവ ജീവിതത്തിലെ കഠിനതരങ്ങളായ കാര്യങ്ങൾ പോലും ലളിതകോമളമായി തോന്നും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് വി.കെ. ബാലകൃഷ്ണൻ നായർ.